ആ ഞാനത് പാസ്സാക്കിയായിരുന്നല്ലോ. മോനെ ശരിയാ, ഞാനിപ്പോ വിളിക്കോ. ആ പറയാമേ. ഈ വർഷത്തെ ഓണാഘോഷത്തിനെ പറ്റി പറയാൻ വേണ്ടിയായിരുന്നു. ആണോ? രവേനി, നീ എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ? അതെന്താ ചേച്ചി? എനിക്ക് ഇങ്ങോട്ട് വരാൻ ആരുടെയെങ്കിലും സാക്ഷ്യം വേണം. നീ ഇരിക്കും. അതൊന്നും അല്ല, നിനക്കും ശേഖരന് എപ്പം വേണമെങ്കിലും വരാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വന്നപ്പോഴേ തുടങ്ങിയോ നാത്തുമാരും വഴക്ക്? ഗോവിന്ദൻ ഇവിടെ ഇല്ല. ഗോവിന്ദന് വയ്യാത്തത് കൊണ്ട് മകനാ ഇപ്പൊ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്, ജയൻ. മാഡം കാറിൽ നിന്ന് ബാഗ് എടുത്തോണ്ടിരിക്കും. ശരി മാഡം. ഓണം വരികയല്ലേ, പാവങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കണമെന്ന എന്റെ തീരുമാനം. അതിനെപ്പറ്റി പറയുമായിരുന്നു ഞങ്ങള്. അതെന്തായാലും നന്നായമ്മേ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ശരി. എന്ത് നന്നായില്ല സിദ്ധു നീ പറയുന്നത്? ഈ ലോക്കൽ ആളുകൾക്ക് ഓണം കൂടാനേ നോളൂടോ നിനക്ക്? അവര് മനുഷ്യരല്ലേ അമ്മായി, അവർക്കിപ്പോ ഓണം ആഘോഷിച്ചിട്ട് നമുക്ക് എന്ത് നഷ്ടം വരാനാ? അതെ, ഈ പ്രാവശ്യം നമ്മൾ ഓണം ആഘോഷിക്കുന്ന അവരുടെ കൂടെ അടുത്ത മാസം 20-ാം തീയതി. നീയും ഉണ്ടാവും. ഞാനും? അതെ, ഇതെന്റെ തീരുമാനമാണ്. മാഡം കഴിക്കാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാവരും വരും. ഹായ് സാർ. ഹലോ, ഞാൻ സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എനിക്കറിയാം സാറ് ഇതുവഴി നടക്കാൻ വരുമെന്ന്. നെക്സ്റ്റ് മന്ത് 20-ാം തീയതി ഞങ്ങളുടെ ക്ലബിന്റെ ഓണം സെലിബ്രേഷൻ ഉണ്ട്. സാറിനെ വിളിച്ച സാറ് വരുമോ? ഐ ആം സോറി, ഒരു ഓണം സെലിബ്രേഷൻ അതേ ഡേറ്റിൽ ഞാൻ ഏറ്റുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. കുഴപ്പമില്ല സാർ. ഒന്നും വിചാരിക്കരുത്, എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കുഴപ്പമില്ല സാർ, ഞാൻ പോട്ടെ എന്നാ. ഗായത്രി, എനിക്ക് ഒരുപാട് വിഷമമുണ്ട് കേട്ടോ, ഒട്ടും പറ്റാത്തതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത് കേട്ടോ, സോറി. കുഴപ്പമില്ല സാർ, എനിക്ക് സാറിനെ വിളിക്കണം തോന്നി, അത്രേ ഉള്ളൂ. പോട്ടെ. ഓക്കെ, ഇനി ഒരിക്കലാവും.